ഇന്ന് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. കുറെ പേര് എന്നോട് കമന്റ് ആയിട്ട് പറഞ്ഞിരുന്നു സാരി എങ്ങനെയാ ചേച്ചി തേച്ച് മടക്കി എടുത്തു വെക്കണേന്ന് കാണിക്കണമെന്ന്. ആദ്യം ഞാൻ എന്റെ ബ്ലൗസിൽ നിന്ന് തുടങ്ങാണ്. ഞാൻ സാധാരണ പ്രിൻസസ് കട്ടും ബാക്ക് സിബും പഫ് സ്ലീവും ആണ് കേട്ടോ ചെയ്യാറ്. സ്ലീവ്സ് ഒക്കെ ഓരോരുത്തർക്ക് ചേരണ പോലെ സെലക്ട് ചെയ്യുക. എനിക്ക് കൂടുതലും കൈക്ക് വണ്ണം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഷോർട്ട് സ്ലീവ് ആണ് ചേരാറ്. ഇനി നമുക്ക് സാരിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ സാരി തുമ്പെടുത്ത്, അതായത് സാരിയുടെ തല എടുത്തിട്ട് ചെറിയ ഞെറികളായിട്ട് എടുക്കുക. പിന്നെ അതിന്റെ അറ്റത്ത് നിന്ന് താഴ്ത്തോട്ടുള്ള ഞെറികള് ഒരാളുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കബോർഡിന്റെ ഡോറുമ വെച്ചിട്ടോ നമ്മൾ താഴ്ത്തോട്ട് അതേ വലിപ്പത്തില് ആ ഞൊറി എടുത്തു വെക്കുക. എന്നിട്ട് നമുക്ക് മുന്താണി എവിടം വരെ ഇറക്കം വേണോ അവിടെ വെച്ച് പിൻ ചെയ്യുക. പിന്നെ നമ്മുടെ മുന്താണിയുടെ അവിടെ നിന്ന് മുമ്പോട്ട് വരുന്ന പോർഷനും കൂടി ഇതുപോലെ ഞെറിഞ്ഞു വെക്കുക കേട്ടാ. പിന്നെ ഇനി നമുക്ക് താഴ്ത്തോട്ടുള്ള പ്ലീറ്റ്സ് എടുക്കാം. അതിനു മുമ്പ് ഇതുപോലെ ടൈറ്റ് ആക്കിയിട്ട് അവിടെ ഒരു പിന്ന് കുത്തുക കേട്ടാ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ താഴത്തെ ഞെറികളും എടുക്കുക. ഈ ലാസ്റ്റ് വരുന്ന ഞെറിയുടെ ഒപ്പം അതിന്റെ ഉള്ളിലോട്ട് ആ ബാലൻസ് കിടക്കണ തുണിയും കൂടി അതിന്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒരു വലിയ ഞെറിയാക്കി എടുത്തിട്ട് അവിടെ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് താഴെയും കൂടി പിൻ ചെയ്തിട്ട് അത് തേക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഓരോ ഞെറിക്ക് ഇത്തിരി സ്പേസ് ഇട്ട് കൊടുക്കാറുണ്ട്. അതായത് ഒരുമിച്ചിരിക്കണേക്കാളും ഭംഗി ഉണ്ടാവുക ഇതുപോലെ വിടർത്തി വെക്കുമ്പോഴാണ്. മുകളിൽ അധികം സ്പേസ് ഇടാണ്ടും താഴെ നല്ലോണം സ്പേസ് ഇട്ടിട്ടാണ് ഞാൻ അത് സെറ്റ് ചെയ്ത് വെക്കാറ് കേട്ടാ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്തതായതുകൊണ്ട് ഒരു ജോർജറ്റ് മെറ്റീരിയൽ സാരി എടുത്തേക്കണേ. അപ്പൊ എനിക്ക് കുറച്ചും കൂടി എളുപ്പമാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലെ താഴത്തോട്ട് നല്ലോണം വിടർത്തിയും മേലേക്ക് അധികം വിടർത്താണ്ടും ഞാൻ ഞെറി എടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തേച്ചു കൊടുക്കാം കേട്ടോ. ഇത് വെറും തേക്കണ ഒരു ആക്ഷൻ മാത്രമാണ്, തേച്ചൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇത് ജോർജറ്റ് തുണി ആയതുകൊണ്ടാണ് ഞാൻ തേക്കാത്തത് കേട്ടോ. ഇനി നമുക്ക് ഇത് മടക്കി വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് ഞെറിയുടെ ബാക്ക് സൈഡ്, അതായത് സാരിയുടെ നല്ല പുറമല്ല പൊട്ടപ്പുറം പുറത്തേക്ക് വരുന്ന രീതിയിൽ രണ്ട് തലക്കേക്കുള്ള തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നീർത്തി വെച്ചു. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നമ്മൾ അരയിൽ കുത്തണ ഭാഗം ഉണ്ടല്ലോ അത് മടക്കി ഇതുപോലെ സെറ്റാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ തല കുത്തണത്, അതായത് മുന്താണിയുടെ ഈ ഷോൾഡറിന്റെ അവിടെ വരുന്ന പിന്നെ അവിടെ വെച്ച് അത്രയും തന്നെ അളവ് താഴ്ത്തോട്ട് എടുത്ത് അത് മേലേക്ക് കയറ്റി വെക്കണം. പിന്നെ ബാലൻസ് താഴ്ത്തോട്ട് വരുന്ന ആ മടക്കുകളുള്ള തുണി കറക്റ്റ് ആ മടക്കുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ബാലൻസ് ഉള്ളത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഏത് സൈഡിലേക്കാണോ നമ്മൾ മുന്താണിയുടെ വശം വെച്ചേക്കണേ അവിടത്തെ ആ കരയുടെ വീതിക്ക് നമ്മൾ ഇങ്ങോട്ട് മടക്കി. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള തുണി ഇതുപോലെ വലുതാക്കി ഇങ്ങോട്ട് മടക്കി, വീണ്ടും മടക്കി നമ്മൾ ഒരു സ്ക്വയർ ആക്കി എടുത്തു. ഇനി നമ്മൾ നീക്കി വെച്ച മുന്താണിയുടെ പോർഷനും കൂടി ആ സ്ക്വയറിന്റെ മേലേക്ക് ഇട്ട് ബാലൻസ് വരെന്തോ ഒന്ന് ചുറ്റിച്ചെടുത്ത് ഒന്ന് മടക്കി അതിന്റെ ഉള്ളിലേക്ക് തന്നെ തിരുക. ഇത്ര ഉള്ളൂ കേട്ടോ സാരി ഡ്രേപ്പിംഗ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കണേ. ഷോർട്സ് ആയതുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ടാ പറയാൻ പറ്റുള്ളൂ. ഇനി ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് വീഡിയോ ഇടാട്ടോ.